നമ്മുടെ ഈ പഠന വീടൊരു വിദ്യാലയം പഠന പദ്ധതിയുടെ സ്കൂളിലെ അതിനായി സ്വാഗതം ചെയ്യുന്നതിനായി വ്യാസങ്ങളിലുള്ള LP തലങ്ങളിലുള്ള വിദ്യാലയം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ LP തലത്തിലുള്ള ആ വീടൊരു വിദ്യാലയം പദ്ധതി നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്കൂൾ തല ഉദ്ഘാടനമാണെന്ന് നടക്കുന്നത്. അതിൽ നമ്മുടെ പ്രണയ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ അവള് ഈ ലോക്ക്ഡൗൺ കാലം തൊട്ട് തന്നെ വീടൊരു വിദ്യാലയമാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളും വീട്ടിലെ രണ്ട് കുഞ്ഞുങ്ങളും നമ്മുടെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് പങ്കാളിത്തം വഹിക്കുകയും അവരുടെ രക്ഷിതാക്കൾ അതിനുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീടൊരു വിദ്യാലയം പദ്ധതി നമ്മുടെ സ്കൂൾ തല ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ PTA പ്രസിഡന്റായ ജോർജ് സാർ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ LP തലത്തിലുള്ള അധ്യാപികമാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2-3 പേര് ആശംസ അർപ്പിക്കാനുണ്ട്. പറയുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഓരോരുത്തരായിട്ട് ദീപ ടീച്ചർ, ആശ ടീച്ചർ, പിന്നെ വീട്ടിലുള്ളവരാണ് ജയകുമാരി ടീച്ചർ, ബിന്ദു ടീച്ചർ. അവർ 4 പേരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഇവർ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പങ്കാളിത്തം നിറഞ്ഞ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് ആശംസ അർപ്പിക്കും. അതുപോലെ ഈ യോഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നത് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ആയ ബിജു സാറാണ്. എല്ലാവർക്കും എല്ലാവരുടെ അനുമതിയോടുകൂടി നമുക്ക് ഈ പദ്ധതി സ്കൂൾ തല ഉദ്ഘാടനം ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണത്. അപ്പോൾ ഈ കൊറോണ കാലത്ത് ഇത് വേണമായിരുന്നു നമുക്ക് ഒരു ആശങ്ക ഞാനും പ്രകടിപ്പിച്ചിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇങ്ങനെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ വീട്ടിൽ പോകണമെന്നുള്ള ഒരു ആശങ്കയൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ സ്കൂളുകളും ഇത് നടപ്പാക്കിയത് കൊണ്ടാണ് നമ്മളത് മുന്നോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളെയും കുഞ്ഞുങ്ങളുടെ അപ്പൂപ്പൻ അമ്മമാരെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. നല്ല ഒരു അന്തരീക്ഷവും കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനത്തിൽ നമുക്ക് എത്തിക്കേണ്ട തലങ്ങളിൽ നമ്മുടെ സ്കൂളിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് ഇത് അംഗീകാരത്തെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ഘാടന കർമ്മത്തിലേക്കായി നമ്മുടെ PTA പ്രസിഡന്റ് അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ വളർത്തിയെടുത്ത രക്ഷാകർത്താക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും സ്കൂൾ വീടൊരു വിദ്യാലയം എന്ന പദ്ധതി ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് നല്ലൊരു തുടക്കമായി കൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. സന്തോഷത്തോടെയാണ്
മുമ്പാണ് DRCയിലെ സിന്ധു ടീച്ചർ സ്കൂളിലെത്തിയത്. അന്ന് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, രക്ഷാകർതൃ ശാക്തീകരണം പരിപാടി. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ കുട്ടികളെയൊക്കെ തയ്യാറാക്കി വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് BRCയിലെ സിന്ധു ടീച്ചർ വിളിച്ചു പറയുന്നത്, നമ്മുടെ വീടൊരു വിദ്യാലയം പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടത്തണം. അപ്പോൾ പെട്ടെന്ന് 1-2 വീടുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അവരൊക്കെ രക്ഷകർത്താക്കൾ ജോലിക്ക് പോകുന്ന അങ്ങനെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രണയുടെ അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ. നല്ല സഹകരണമാണ് പ്രണയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന്, പ്രണയുടെ മാത്രമല്ല പ്രണവിൻ്റെയും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ട്. വളരെ സന്തോഷം, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ അത് ഏറ്റവും നല്ല മനസ്സോടെ ഏറ്റെടുക്കുകയും അത് ഇത്രത്തോളം ഭംഗിയാക്കി നടത്താൻ സഹായിക്കുകയും ചെയ്ത അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് രക്ഷകർത്താവ് കൈറ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരു അഭിപ്രായം കൂടെ പറയണം. കുട്ടികൾ ക്ലാസ് കാണുന്നുണ്ട്, അവരുടെ അഭിപ്രായം പറയാൻ DRCയിൽ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ഒപ്പം കുഞ്ഞുങ്ങളും അതിനെക്കുറിച്ച് പറയണം. അത് കഴിഞ്ഞ് ഒരു ടീച്ചേഴ്സ് നിലയിൽ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞ് വേണം ഇത് പൂർത്തിയാക്കാനെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വീടൊരു വിദ്യാലയം പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് TV-യിലെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടാൻ, അതായത് ഓരോ ശേഷി ഓരോ ക്ലാസ്സിൽ നേടണമെന്നുണ്ട്. അത് പൂർണ്ണമായി നേടാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ യൂണിറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ നമ്മൾ അവർക്ക് ലഘൂകരിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്, അതിന് വീട്ടുകാരുടെ സഹായത്തോടെ കുട്ടികളും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് വീടൊരു വിദ്യാലയ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമഗ്ര ശിക്ഷാ കേരളം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോവിഡ് കാലത്ത് നടപ്പിലാക്കിയ ഏറ്റവും നൂതനമായ പദ്ധതിയാണ് വീടൊരു വിദ്യാലയം പദ്ധതി. പേര് പോലെ തന്നെ വീടൊരു വിദ്യാലയം, വീട്ടിൽ വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രണവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പേരെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും. പ്രണയ പ്രദീപ്, അവരുടെ രക്ഷിതാക്കൾ, പിന്നെ അമ്മയപ്പനും കൂടെ സന്തോഷം. ഇവിടെ വന്ന് കയറിയപ്പോ ഒരു സ്കൂളിന്റെ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. അല്ലെ, പ്രണയുടെ വീട് കയറി വരുമ്പോൾ തന്നെ ഒരു സ്കൂളിന്റെ അന്തരീക്ഷം. വളരെ സന്തോഷം ഇത് കണ്ടപ്പോൾ. കഴിഞ്ഞ 1.5 വർഷമായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വീടുകളിലാണ്. സ്കൂളിൽ എത്താൻ പറ്റുന്നില്ല, അവർക്ക് സഹപാഠികളുമായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നില്ല, അധ്യാപകരുമായി ഒത്തൊരുമിച്ച് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. എങ്കിലും പ്രണയുടെ വീട് നോക്കുമ്പോൾ അതൊക്കെ ഇവിടെ സാധിച്ചു എന്നാണ് തോന്നുന്നത്. ഇത് വീടൊരു വിദ്യാലയം പദ്ധതി എന്ന് പറയുമ്പോൾ വീട് ഒരു വിദ്യാലയമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ സന്തോഷം. നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നമ്മളിങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. സ്കൂൾ തുറക്കാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വരാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടാകുമെന്ന് ആരും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവർക്ക് ലഭിക്കുന്നതായ ക്ലാസ് അധ്യാപകരായിരിക്കുന്ന നമുക്ക് ദൂരെ നിന്ന് മാത്രം ഒരു നിർദ്ദേശം കൊടുക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അപ്പോ ഭവനത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ അവരോടൊപ്പം അധ്യാപകരായി തന്നെ, മാതാപിതാക്കൾ ആകുന്നതോടൊപ്പം തന്നെ അധ്യാപകരായി തന്നെ തങ്ങളുടെ മക്കളെ കാണേണ്ടതാണ്. പഠനകാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകേണ്ടതാണ്. അതാണ് വീടൊരു വിദ്യാലയം എന്ന പദ്ധതി കൊണ്ട് സെൽവരാജ് സാർ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും അതിൽ ഒന്നുപോലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. അത് 99%അല്ല, 100% നിങ്ങളത് അംഗീകരിക്കേണ്ടതാണ്. അതിനുശേഷം ദീപ ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മളിതെല്ലാം ബോധപൂർവം മറന്നു കളയുന്ന കാര്യങ്ങളാണ്. ശരിയാണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ എപ്രകാരം ആയിരിക്കണം,
അപ്പോൾ അവർ വീടുകളിലാണ്, അപ്പോൾ നമ്മൾ എപ്രകാരം ആയിരിക്കണം, അവരുടെ പഠനകാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ സഹായിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയാം. അതാണ് സാർ അവിടെ പറഞ്ഞത്. പക്ഷെ അതെല്ലാം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാം മറന്നു പോകും. അപ്പോൾ അത് ബോധപൂർവ്വമാണ് മറന്നു പോകുന്നത്. അപ്പോൾ ആ മറി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങൾ സാറ് പറഞ്ഞപ്പോൾ അതൊരു പുതുമയുള്ളതായി തോന്നിയത്. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മുടെ എല്ലാ രക്ഷിതാക്കളും അതിൽ പങ്കാളികളാകണമെന്നാണ് ആഗ്രഹിച്ചത്. ഇതുപോലുള്ള ടീച്ചർ ഇതുപോലുള്ള ക്ലാസ് ഇനി ആവശ്യമാണ് എന്ന് രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീടൊരു വിദ്യാലയം അല്ലേ, അപ്പൊ രക്ഷിതാക്കളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം 100% പ്രണവിന്റെയും പ്രണയയുടെയും മാതാപിതാക്കൾ അവരോടൊപ്പം ഉണ്ട് പഠന കാര്യങ്ങളിൽ. ഇനിയും അങ്ങനെ ആകട്ടെ. എല്ലാ രക്ഷിതാക്കൾക്കും നമുക്ക് ഈ ഒരു വീട്ടിൽ വന്നിട്ട് അവരെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ സ്കൂളിലെ എല്ലാ രക്ഷിതാക്കളും ഇതേപോലെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ അധ്യാപകരായി തന്നെ രക്ഷിതാക്കളായി നിൽക്കുന്നതോടൊപ്പം തന്നെ അധ്യാപകരായി നിൽക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ഒരു വർഷത്തിലധികമായി നാം എല്ലാം കൊറോണ എന്ന മഹാമാരി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം. അപ്പോൾ നമുക്കത് കൈപിറ്റേഴ്സ് ഓൺലൈനായിട്ടാണ് കുട്ടികൾ കഴിഞ്ഞ വർഷം പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും സമഗ്ര ശിക്ഷ കേരള ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്, വീടൊരു വിദ്യാലയം പദ്ധതി. അതായത് കുട്ടികൾ ഇപ്പോൾ കൂടുതൽ സമയവും രക്ഷിതാക്കളോടൊപ്പമാണ്. അപ്പം ടീച്ചേഴ്സിന് അവർക്ക് നൽകാൻ പറ്റുന്ന സഹായത്തിനപ്പുറം രക്ഷിതാക്കൾക്ക് ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രക്ഷിതാക്കളും കുട്ടികളുടെ അവരുടെ വീടും പരിസരവും പ്രയോജനപ്പെടുത്തി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ സഹായിക്കുക. അപ്പോൾ കുട്ടികൾക്ക് കുറെ കൂടെ മാനസികവും ആയ ഉല്ലാസം, അവർക്ക് മാനസികമായ പിരിമുറുക്കം ഇല്ലാതാവുകയും ചെയ്യും. കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കും പോലെ അല്ല, സ്കൂളിൽ വന്നിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അവർക്ക് അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായി കളിക്കാനും ഉല്ലസിക്കാനും ഒന്നും കഴിയുന്നില്ല. നമ്മൾ സ്കൂളിൽ വരുമ്പോൾ പ്രധാനമായും പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു കുട്ടിയുടെ സമഗ്രമായ വികാസമാണ് അതിലൂടെ സാധ്യമാകുന്നത്. അവൻ്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അതെല്ലാം അത്യാവശ്യമാണ്. സമപ്രായക്കാരായ കുട്ടികളുമായിട്ടുള്ള സഹകരണം, പലതരത്തിലുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളോടൊപ്പമുള്ള സഹവാസം, ഇതെല്ലാം കുട്ടിയെ സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറേ ദിവസങ്ങൾ കുട്ടികൾ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് അത് ബാധിക്കും. അപ്പോൾ അതില്ലാതെ ആക്കാൻ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും അധ്യാപകരോടൊപ്പം രക്ഷിതാക്കൾക്കും അതിന് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ കുട്ടികളോടൊപ്പം നിങ്ങളും ചേർന്ന് വീടൊരു വിദ്യാലയമാക്കി മാറ്റി അവരുടെ മാനസികമായ വളർച്ചയെ സഹായിക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രണയും നമ്മുടെ സ്കൂളിലെ നല്ല കുട്ടികളാണ്. എല്ലാ ടീച്ചേഴ്സിനും അവരെ അറിയാം. അത് ഈ വീട് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ പ്രീ പ്രൈമറി തൊട്ട് ഹൈസ്കൂൾ തലം വരെയുള്ള ടീച്ചേഴ്സിനും പരിചിതരാണ് അവർ. ബാക്കി കുട്ടികളെ പോലെയല്ല. പ്രണവിൻ്റെ വീട് അല്ലെങ്കിൽ പ്രണയുടെ വീടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരെക്കുറിച്ച് അവരുടെ രക്ഷിതാക്കളെ കുറിച്ച് അറിവുണ്ട്. അത്രയ്ക്കും സപ്പോർട്ട് നൽകുന്ന ഒരു കുടുംബമാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രണയം കോടി മുണ്ടൊടുത്തു കണ്ടോടി
നമസ്കാരം. കൈബി ടിപ്സിലെ ചാനൽ ക്ലാസ് എല്ലാവരും കാണുന്നുണ്ട്. വളരെ ഗുണപ്രദമാണ്. കൂടാതെ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് എല്ലാവിധ സഹകരണം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫലമായി കുട്ടികൾക്ക് നന്നായിട്ട് ക്ലാസ് കിട്ടുന്നുണ്ട്. സ്കൂളിൽ പോകാത്തതിൻ്റെ വിഷമം വലുതായിട്ട് അവർ അനുഭവിക്കുന്നില്ല. ജോലിക്ക് പോയിട്ട് വരുന്നതിൽ കൂടുതൽ കാലം അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും നൽകുകയും കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. മോളുടെ പറഞ്ഞില്ല പഠിക്കുന്നതിനെ കുറിച്ച് പറ. മോളെ എത്ര സമയം പഠിക്കും, എങ്ങനെ പഠിക്കും എന്നൊക്കെ പറ. സഹായിക്കുന്നത് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ് കാണുമോ? ഗൂഗിൾ മീറ്റിൽ കയറുമോ? കയറും. മിക്കവാറും ലാസ്റ്റൊക്കെ ആയിരിക്കും വന്ന് ക്ലാസ്സിൽ കയറുന്നത്. പിന്നെ ടീച്ചർ അവള് നമ്മുടെ 1-2 ക്ലാസ്സിലൊക്കെ ഏകദേശം സ്ലോ ആയിട്ടാണ് വന്നിരുന്നത്. അപ്പം ഇപ്പൊ അവള് എന്താ പറയാ വായിക്കാനൊക്കെ നല്ല മിടുക്കിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. 2ാം ക്ലാസ്സിലേക്ക് അവള് മലയാളമൊക്കെ ഇച്ചിരി വായനയിൽ കുറച്ച് ഇതായിരുന്നു. പക്ഷെ നിന്റെ മലയാളം ക്ലാസ്സിലെ ഒരേ ഒരാളായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാല് ഏട്ടുപേരുണ്ടായിരുന്നു. ഇവിടെ അത്ര കുഴപ്പമില്ല, വായിക്കും. പക്ഷെ എങ്കിലും അവളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും നല്ല മിടുക്കിയായിട്ട് വന്ന ഇപ്പൊ അവൾ നന്നായിട്ട് മലയാളം വായിക്കും, ഇംഗ്ലീഷ് അവള് വായിക്കും. അവള് പ്രത്യേകിച്ച് അവളെ പേര് വിളിച്ച് ഞാൻ വായിപ്പിക്കാറുണ്ട്, വായിക്കും. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് തരാറുണ്ട്. ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്. പിന്നെ പ്രണവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവളെ സഹായിക്കാറുണ്ടല്ലോ. നല്ല കുട്ടി കർഷകനായിട്ട് കള്ളിക്കാട് പഞ്ചായത്തില് കുട്ടി കർഷകരുണ്ട്. നല്ലൊരു വ്യക്തിത്വമാണ്. നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം എല്ലാ കാര്യങ്ങളും. ചെയ്യട്ടെ, പല സമയങ്ങളിലും അത് ചെയ്യട്ടെ. നമ്മളെ സാറിന്റെ പ്രസിഡന്റ്, നമ്മുടെ അധ്യാപകരെ, ഈ വീട്ടിലെ അപ്പച്ചൻ, അമ്മച്ചി, നമ്മുടെ പ്രണയ് എല്ലാവർക്കും എൻ്റെ സ്നേഹം. വീടൊരു വിദ്യാലയം എന്ന ഈ പദ്ധതി വളരെ ഗുണമാണ് കുട്ടികൾക്ക്. കാരണം അവർ കുറേ വർഷങ്ങൾ 2 വർഷം കൊണ്ട് സ്കൂളിലൊക്കെ വരാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പം ഇതിലൂടെ അവരുടെ പഠന നിലവാരം എങ്ങനെയാണെന്ന് അറിയുന്നതിന് അവർക്ക് നമ്മുടെ അധ്യാപകരെ കാണുന്നതിനുള്ള ഒരു അവസരമാണ്.
കുട്ടികൾ എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റെ പോലെയാണ്, പൂന്തോട്ടത്തിൽ ഇങ്ങനെ അപ്പാലും പറന്ന് നടക്കുന്ന കുട്ടികളാണ്. പക്ഷെ അതിനുള്ള അവരുടെ അവസരം ഈ 2 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്കിൽ ഇതുപോലുള്ള ഈ അവസരത്തിൽ അവർക്ക് അവരുടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ കാണാനും സ്നേഹം പങ്കുവയ്ക്കാനും ഉള്ള അവസരത്തെ ഇതുപോലുള്ള അവസരം ശരിയായിട്ട് വിനിയോഗിക്കുന്നതിന് എല്ലാ പാവങ്ങളും നേരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഇയാള് പ്രണവ് ട്രോഫിയൊക്കെ നേടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ആയിരിക്കണം നല്ല രീതിയിലുള്ള പഠനം, നല്ല രീതിയിൽ ഇതുപോലുള്ള മെഡലൊക്കെ ട്രോഫികളും കരസ്ഥമാക്കണം. പ്രണയ് നല്ല പാട്ടുകാരിയാണ്, പിടിക്കുകയാണ്. അവള് ഈ ഓണം മത്സരത്തിൽ അവക്കായിരുന്നു ഫസ്റ്റ്. അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പം നമ്മളൊരു വൃക്ഷം എങ്ങനെയാണ്? അപ്പൊ വൃക്ഷത്തിൽ ഒരുപാട് ഗുണമുണ്ട്. ആ വൃക്ഷത്തിൽ നിന്ന് നമുക്ക് തണല് തരുന്നു, ആ വൃക്ഷം നമുക്ക് തടി തരുന്നു, പക്ഷികൾക്ക് അഭയം കൊടുക്കുന്നു, അതിൽ നിന്ന് ഫലം തരുന്നു. ഇതേപോലെ ആയിരിക്കണം നമ്മൾ വളർന്ന് വലിയ ഒരു വൃക്ഷമായി തീരും. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ടോട് കൂടി ഞാൻ എൻ്റെ വാക്കുകൾ മണ്ണേ നമ്പിയിലേലയും മരമെറുക്ക് മരമെറുക്ക് മരത്തെ നമ്പിയിലേലയും കൊമ്പിറുക്ക് കൊമ്പിറുക്ക് മണ്ണേ നമ്പിയിലേലയും മരമെറുക്ക് മരമെറുക്ക് മരത്തെ നമ്പിയിലേലയും കൊമ്പിറുക്ക് കൊമ്പിറുക്ക് കൊമ്പേ നമ്പിയിലേലയും ഇലയിருக்கு இலையிருக்கு இலைய நம்பியிலேலை பூவிருக்கு பூவிருக்கு இலைய நம்பியிலேலை பூவிருக்கு பூவிருக்கு பூவே நம்பியிலேலை காயிருக்கு காயிருக்கு பூவே நம்பியிலேலை காயிருக்கு காயிருக்கு காயே நம்பியிலேலை பழமிருக்கு பழமிருக்கு பழே நம்பியிலேலை பழமிருக்கு பழமிருக்கு பழத்தை நம்பியிலேலைய நாம் இருக்கு மே நம்பியிலேலை நாடு இருக்கு அம்மே நம்பியிலேலை நாடு இருக்கு நம்மே நம்பியிலேலைய நாடு இருக்கு നമ്മെ നമ്പിയിലേലൈ നാട് ഇருக்கு എന്ന നാട് ഇருக்கு. അതുപോലെ നമ്മൾ പഠിച്ച് നല്ല മിടുക്കരായി നമുക്ക് കുടുംബത്തിനും നാട്ടിലും പ്രയോജനമുള്ളവരായിരിക്കാൻ എല്ലാ പാവങ്ങളും നന്നായി പഠിക്കണം. ഞാൻ 2 വാക്ക് പറയാം. പ്രണയുടെയും വീട്ടിലെത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് ശരിക്കും ഒരു ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷം. ഇതിന് മനസ്സിലാക്കാൻ കഴിയും, ഒരു മിടുക്കരാണെന്ന് എന്തായാലും മനസ്സിലാക്കാൻ കഴിയും. പഠിക്കുന്ന കുട്ടികളാണ്, അച്ചടക്കമുള്ളവരാണ്, നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ ഉള്ളവരാണെന്ന് ഇതിനെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാൾ ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് രക്ഷകർത്താക്കളെ കുറിച്ചാണ്. ഞങ്ങൾ വളരെ താല്പര്യമുള്ള അച്ഛനമ്മയും മറ്റ് ബന്ധുക്കളാണെന്ന് പെട്ടെന്നോടെ തന്നെ അറിയാൻ കഴിയുന്നു. 2 പേർക്കും ഈ വീട്ടിൽ നിന്ന് എല്ലാവിധ ആശംസകളും എൻ്റെ പേരിൽ അർപ്പിച്ചു കൊടുക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന സന്ധ്യ ടീച്ചർ, നമ്മുടെ പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രണവിൻ്റെയും പ്രണയുടെയും കരവിരുത് എല്ലാവരും ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു LP സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ എന്തൊക്കെയാണോ കാഴ്ചകൾ കേൾവികൾ വേണ്ടത് അതെല്ലാം ഈ വീട്ടിൽ കണ്ട് കേട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട് ഒരു വിദ്യാലയം എന്ന അത് വെറും ഒരു സ്വപ്നമല്ല, ഈ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ തലത്തിൽ നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ഈ ക്ലബ്ബ ഇത് നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും വീടുകളിലേക്ക് പരക്കണം, അതാണ് ലക്ഷ്യം. അപ്പോൾ അവിടെ ഇതിൻ്റെ അടുത്തൊന്നും എത്താത്ത ധാരാളം പിള്ളേരുണ്ട്, വീടുകളുണ്ട്. അവിടെയും ഈ ഒരു സന്ദേശത്തിലൂടെ വീട് ഒരു വിദ്യാലയമാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ പാഠശാല എന്ന് പറയുന്നത് പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം.
പ്രകൃതിയുടെ പാഠപുസ്തകത്തിൽ നിന്നും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എല്ലാം എല്ലാമായി. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ആ പ്രകൃതിയുടെ പാഠപുസ്തകത്തിൽ നിന്നും എല്ലാ സൗന്ദര്യങ്ങളും സൗരഭ്യങ്ങളും ഉൾക്കൊണ്ട് പഠിച്ചു വരുന്ന കുട്ടികളാണ്. സ്കൂളുള്ളപ്പോൾ നമുക്കറിയാം, ഇവരുടെ പേര് പറയുമ്പോൾ തന്നെ അവരെക്കാളും കൂടുതൽ ദിവസം സ്കൂളിൽ വന്നിട്ടുള്ളത് അമ്മയാണെന്ന് തോന്നുന്നത്. എപ്പോഴും വരും. നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസ് സന്ധികാതലത്തിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ട്രോഫിയെല്ലാം കിട്ടിയത്, സാമൂഹ്യശാസ്ത്രത്തിന്റെ പഠനമെല്ലാം കിട്ടിയത് ഇവരുടെ കരുവിരുതാണ്. ഇവിടെ അച്ഛൻ, അമ്മ, പിള്ളേർ എല്ലാവരും കൂടെ സന്തോഷത്തോടെ കുടുംബത്തെ പോലെ നമ്മുടെ സ്കൂളിനെ കണക്കാക്കി അങ്ങനെ പഠിച്ച് വളർന്ന ആൾക്കുള്ള വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രതിബദ്ധതയ്ക്ക് കുട്ടികളെ വളർത്തി നല്ല പൗരന്മാരാക്കി മാറ്റാൻ വേണ്ടി വിദ്യാലയമായിട്ട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ 4ാം ക്ലാസ് ദീപകേശന്റെ ക്ലാസ്സിൽ കയറി നോക്കിയാൽ വലിയൊരു ഷെൽഫിരിപ്പുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളെല്ലാം വിൽക്കാനുള്ള അതൊക്കെ ഇവിടെ നിന്നാണ് അവരാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് പൈസ മാത്രം വാങ്ങിയിട്ട് അതിന്റെ ഇരട്ടി പൈസക്കുള്ള വിഭവം അവിടെ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനിയും അവരിലൂടെ നമ്മുടെ സ്കൂള്, അത് മാത്രമല്ല നമ്മുടെ സ്കൂളിന്റെ പ്രശസ്തി ഈ പ്രദേശത്തല്ല വ്യാപിക്കാൻ നിങ്ങൾ കാരണമാവുകയാണ്. എന്തായാലും ശരി, പാട്ടൊക്കെ പാടി. അപ്പൊ ഞാനൊരു പാട്ട് പാടുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി, അതായത് ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശത്തിന്റെ പ്രത്യേകത ലോക്ക്ഡൌൺ ആകുമ്പോഴേക്കും നാട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന്, ഇതിനൊക്കെ അടിമപ്പെട്ട കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അതൊന്നും ഇല്ലാത്ത ഭാഗ്യം ചെയ്ത അച്ഛനമ്മമാരുള്ളത് കൊണ്ട് കുട്ടികൾ ഇവിടെ നേരത്തെ പറഞ്ഞത് വെച്ച് തുറസ്വരങ്ങളെ പോലെ പറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശം ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലായിടവും അങ്ങനെയല്ല. വീട്ടിനകത്തിരുന്ന് അത്തരത്തിലുള്ള വൃത്തികെട്ട ചിന്തകളും പ്രവൃത്തികളും ഒക്കെ കൂടെ ആയിട്ട് മക്കളുടെ ഭാവിയെ നശിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ പഞ്ചായത്തിലെ കർഷകരെ, അപ്പോൾ ഇനി നാട്ടിൽ ഇതേപോലെ പുകവലി ശീലം, മദ്യപശീലം, അതിനെതിരായിട്ടൊക്കെയുള്ള നല്ല ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് നിങ്ങളാണ്. അതിനുവേണ്ടി നിങ്ങൾ വല്ല ഒരു റാലിയോ അല്ലൊക്കെ നടക്കുമ്പോൾ പാടാവുന്ന 4 പേര് പാടിത്തരാം. റെഡി? അത്തിന്തോന്തയ്യകന്താരോ തെയ്താരോ തകത്തെയ്താരോ, അത്തിന്തോന്തയ്യകന്താരോ തെയ്താരോ തകത്തെയ്താരോ, തെയ്താരോ തകത്തെയ്താരോ. കണ്ടൂടാക്ക് എന്ത് കിടപ്പകിടക്കണത്, കാണുമ്പോ കണ്ണീരല്ല ചോരയ ചാടന്ന് കണ്ണീർന്ന്, ചോരയ ചാടന കണ്ണീർന്ന്. കണ്ടൂടാക്ക് എന്ത് കിടപ്പകിടക്കണത്, കാണുമ്പോ കണ്ണീരല്ല ചോരയ ചാടന കണ്ണീർന്ന്, ചോരയ ചാടന കണ്ണീർന്ന്. അത്തിന്തോന്തയ്യകന്താരോ തെയ്താരോ തകത്തെയ്താരോ, അത്തിന്തോന്തയ്യകന്താരോ തെയ്താരോ തകത്തെയ്താരോ, തെയ്താരോ തകത്തെയ്താരോ. തട്ടുമേകൽ കളിച്ചോൻ തട്ടും പൊളിച്ചു കഴിഞ്ഞോനെ, മോന്തിക്കൊടഞ്ഞു കിടക്കണു മാന്തള് പോരിപ്പം കണ്ടൂടാക്ക് എന്ത് കിടപ്പകിടക്കണം. ചോരയ ചാടന കണ്ണീന്ന്, ചോരയ ചാടന കണ്ണീന്ന്. കിരി പോലെ ചാരായം മോന്തും വന്നെഞ്ചത്തടിച്ചു പറഞ്ഞീലേ, കിരി പോലെ ചാരായം മോന്തം വന്നെഞ്ചത്തടിച്ചു പറഞ്ഞീലേ. ചീറ്റി നിൽക്കും പാമ്പിനെ പോലെ നെഞ്ചത്ത് കൊത്താൻ വന്നീലേ, നെഞ്ചത്ത് കൊത്താൻ വന്നീലേ. അത്തിന്തോന്തയ്യകന്താരോ തെയ്താരോ തകത്തെയ്താരോ, അത്തിന്തോന്തയ്യകന്താരോ തെയ്താരോ തകത്തെയ്താരോ, തെയ്താരോ തകത്തെയ്താരോ, തെയ്താരോ തകത്തെയ്താരോ, തെയ്താരോ തകത്തെയ്താരോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ നല്ലത് പറഞ്ഞ് നല്ലവരാക്കി മാറ്റാനും നിങ്ങളിലൂടെ സാധിക്കട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്, അതും വിദ്യാഭ്യാസ പ്രവർത്തനമാണ്. അങ്ങനെ നാട്ടിലെ എല്ലാവരെയും നല്ല മനുഷ്യരാക്കി മാറ്റി വളർത്തി വലുതാക്കാൻ ഈ വിദ്യാലയം പോലുള്ള വീട്ടിലെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റാധ്യാപകരെ, സ്നേഹം നിറഞ്ഞ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ, ഈ 2 കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ. പക്ഷേ pre-KG മുതൽ ഈ മോളുടെ ഓരോ പ്രോഗ്രാമും യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയെ നല്ല പരിചയമാണ്. അവരെ പ്രണവിനും 2 പേര് ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാം വരുമ്പോഴേക്കും വളരെ ആക്റ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അവരെ അത്രയും സാധ്യമാക്കിയ, അത്രയും തയ്യാറാക്കിയ അച്ഛനും അമ്മയ്ക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ പോട്ടെ, നല്ലൊരു വിജയം കുട്ടികൾക്ക് ഉണ്ടാവട്ടെ, നല്ലൊരു ഉയർച്ചയിൽ ഇവർ 2 എത്തിച്ചേരട്ടെ. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു 2 മുതൽക്കൂട്ടുകളാണ് ഈ 2 കുട്ടികൾ. ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഫുൾ A+ ഒക്കെ വാങ്ങി ജയിക്കാൻ ഇവർക്ക് കഴിയട്ടെ. നിശബ്ദമായി സപ്പോർട്ട്
മുന്നിൽ കാണും, വലിയ സംസാരമൊന്നുമില്ല. അച്ഛനെ കുറിച്ച് എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അച്ഛൻ, സുരേഷ് സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ, കുട്ടികളെ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് നമ്മൾ സ്കൂൾ വീട് ഒരു വിദ്യാലയം എന്ന ഈ പരിപാടി നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. കാരണമാണ് എല്ലാ വീടുകളിലും ഇങ്ങനെയാണ് നടക്കുന്നത്. ഇത് നമ്മൾ പൊതു സമൂഹത്തിൽ ഇന്ന് അവതരിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ കീഴിലുള്ള എല്ലാ പൊതുവിദ്യാലയങ്ങളുടെ കീഴിലുള്ള എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ പൊതുവിദ്യാലയത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഈ നാടിനുമെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കുമ്പോൾ നേരത്തെ നമ്മുടെ അധ്യാപകർ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഒന്ന് കയറുമ്പോൾ തന്നെ ഒരു സ്കൂളിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് സാധാരണക്കാരായ രക്ഷകർത്താക്കൾ, സാധാരണക്കാരായ വളരെ കഷ്ടപ്പെട്ട് ഓരോ ദിവസത്തെ വരുമാനം കണ്ടെത്തുന്ന സാധാരണ രക്ഷകർത്താക്കൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് വളരെ അഭിമാനം തോന്നുന്നുണ്ട്, നന്ദിയുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോൾ ഈ മെഡലുകളല്ല, എന്തുമാത്രം മെഡലുകൾ കുട്ടികൾ വാരി കൂട്ടിയിരിക്കും. നമ്മുടെ കുഞ്ഞ് മക്കൾ ഇത്രയും കാലത്തിനകത്ത് തന്നെ കുട്ടി കർഷകനും പിന്നെ നമ്മുടെ ഓണപരിപാടികളെല്ലാം സ്ഥിരം പാട്ടും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. വളരെ മിടുക്കരായ കുട്ടികളാണ്. സാധാരണ നമ്മുടെ സ്കൂളുള്ള സമയത്ത് തന്നെ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയായാലും നിരന്തരം സ്കൂളിൽ വരികയും അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മാതൃക കുടുംബമാണ്. എല്ലാ രക്ഷകർത്താർക്കും മാതൃകയാകുന്ന ഒരു നല്ല ഒരു കുടുംബം തന്നെയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിൽ രക്ഷകർത്താർക്ക് പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കാം. അതുപോലെ നമ്മൾ പറയുന്നത് ഈ വീട് ഒരു വിദ്യാലയം എന്നുള്ളത് ഒരു സങ്കല്പം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടുപോലെ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിദ്യാലയം വീട് തന്നെ. നമ്മളെല്ലാം തുടങ്ങുന്നത് വീട്ടിൽ തന്നെയാണ്. മാതാവ് തന്നെയാണ് ആദ്യത്തെ ദൈവം. മാതാപിതാവ് ഒരു ദൈവം. അങ്ങനെ നമ്മുടെ മാതാവിലൂടെ ദൈവത്തിലോട്ട് എത്തുന്ന പ്രക്രിയ തുടങ്ങുന്നത് വീട് തന്നെയാണ്. അതിനെ നമ്മൾ കുറച്ചുകൂടെ ഊന്നി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലം നമുക്ക് സ്കൂളിലെത്താൻ കഴിയാത്തതിൻ്റെ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ വിഷമങ്ങളൊക്കെ തീർക്കാനായിട്ട് നിങ്ങൾക്ക് തന്നെ കഴിയും. കുട്ടികൾക്ക് അവരോടൊപ്പം നല്ല മൂല്യങ്ങളും കഥകളും കുടുംബസദസ്സെന്നൊക്കെ പറയാൻ ആവശ്യമുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് രക്ഷകർത്താക്കളും ഭുവനമ്മയൊക്കെ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ പഴയ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചും എൻ്റെ ഓർമ്മകളെക്കുറിച്ചും കഥകളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ